ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ്റെ 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ ഡേ എന്ന് പറഞ്ഞാൽ അറബിക് നൈറ്റാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോ മെഹന്തി നൈറ്റും അതുപോലെ ബ്രൈഡ് ട്യൂബും ഒക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അറബിക് നൈറ്റിന് പർദ്ദയാണ് നമ്മുടെ കോസ്റ്റ്യൂം. അതുപോലെ തലയിൽ വെക്കാൻ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ. നമുക്ക് സിൽവറും അവൾക്ക് ഗോൾഡൻ കളറുമാണ് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവരും വരുന്നതിന് മുന്നേ മോൾക്ക് പർദ്ദയൊക്കെ ഇട്ടുകൊടുത്ത് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സാധനം തലയിൽ വെച്ച് പിന്നെ അവൾ ചിരിച്ചിട്ടില്ല. കാരണം അവൾക്ക് നാണം എല്ലാവരും കണ്ടിട്ടൊരു കുറവ് പോലെ നാണം പോലെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവൾക്ക് ചിരിക്കാനേ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ബ്രൈഡാണെങ്കിൽ ഇതൊക്കെ വെച്ച് ശരിക്കും ഒരു അറബി ടച്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തലയിൽ വെക്കുന്ന സാധനം എല്ലാവരും ഒന്നായിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പം പിന്നെ ഇട്ടവരൊക്കെ മാറ്റി പർദ്ദയൊക്കെ ഇട്ട് മാറ്റിയവരൊക്കെ ഓരോരുത്തരിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം പർദ്ദയിൽ ഈ ഒരു ഇത് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഫോട്ടോസ് കാണാൻ ഇന്നാണ് കേട്ടോ കുറച്ചും കൂടി നല്ല അടിപൊളിയായത്. കാരണം എല്ലാവരും ഈ ഒരു കോസ്റ്റ്യൂമിൽ നല്ല സൂപ്പറായിരുന്നു. നമ്മൾ ഈ ഒരു അറബിക് നൈറ്റിന് പ്ലാൻ ചെയ്തത് ആദ്യം നമ്മൾ ഇവിടെ വന്നിട്ട് പർദ്ദ ഇടുന്നു, അതുപോലെ ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തുക്കുന്നു, പിന്നെ നമ്മൾ സാധാ ക്യാഷ്വൽ ഡ്രസ്സിലേക്ക് പോവുക, അത് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ലുക്കിൽ എല്ലാവരെയും കണ്ടപ്പം പിന്നെ ആരും പർദ്ദ ഊരാനും പോയിട്ടില്ല. എല്ലാവരും ത്രൂ ഔട്ട് ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ മറ്റുള്ള കസിൻസിൻ്റെ അല്ലെങ്കിൽ വേറെ കല്യാണത്തിന് നമ്മൾ ഒരുപാട് എന്താ പറയുക പ്രീ വെഡിങ് ഫംഗ്ഷനായിട്ട് മെഹന്തി ഹൽദി ഒക്കെ നടത്താറുണ്ട്. പക്ഷേ നമ്മൾ ആരും ഇതുവരെ അറബിക് നൈറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് നമുക്ക് അറബിക് നൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇതെടുത്തത് ഭയങ്കര നന്നായി. കാരണം എല്ലാവരും എന്താ പറയുക ഒരു പ്രത്യേക രസം തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരും കാണാൻ. പിന്നെ ഓരോരുത്തർ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ക്യാമറയിലേക്ക് പോസ് ചെയ്യാൻ ഈ ഒരു കോസ്റ്റ്യൂമും കൂടി ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ ഒരു ഫംഗ്ഷനിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാ റിലേറ്റീവ്സും പർദ്ദയും ഈ ലുക്കിലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇല്ലാത്തവർ പർദ്ദ ഇടാത്തവർ സാധാ ബ്ലാക്ക് കളേഴ്സിലുള്ള വേറെ ഡ്രസ്സായിരുന്നു ഇട്ടത്. ഈ തലയിൽ വെക്കുന്ന ഈ ഒരു സാധനം നമ്മൾ ഗോൾഡൻ കളർ ചൂസ് ചെയ്യാതെ ഈ ഒരു സിൽവർ കളറാണ് കേട്ടോ ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഗോൾഡൻ കളർ ആണെങ്കിൽ ഇത് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല. കാരണം സിൽവറാണ് കേട്ടോ നല്ല മാച്ച്. പിന്നെ അവൾ ഗോൾഡൻ കളറും നമ്മൾ സിൽവറും കൂടി ആയപ്പോൾ അതൊരു നല്ലൊരു വേറൊരു രസം തന്നെ ആയിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയൊക്കെ ആയിരുന്നു, നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 റീൽസ് ഞാനിതിൽ ഇടുന്നുണ്ട്. പക്ഷെ പാട്ടിടാൻ കഴിയില്ല. അതിൻ്റെ ഒറിജിനൽ സോങ് ഇട്ടാൽ ഈ ഒരു ഇതിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ ഈ ഒരു മ്യൂസിക്കാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടിപൊളി അറബിക് നൈറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നാളെ അവളുടെ കല്യാണത്തിന് കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.